പുരുഷ വിരോധികളായ സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത്? പുരുഷ വിരോധികളായ സ്ത്രീകളൊന്നും പറയാനില്ല. അവർ അവിടെ കിടന്ന് വിരോധിച്ചോട്ടെ. നമുക്കതൊന്നും നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഓരോരുത്തർക്ക് തോന്നണ പോലെയല്ലേ അവർ ചെയ്യുന്നത്. അതിനെതിരായിട്ടാണ് ഈ ഇത് വരുന്നത്, കമ്മീഷൻ വരുന്നത്. അതിൽ കൂടെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം എന്താണ് കമ്മീഷൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പുരുഷന്മാർക്ക് വെറുതെ ഇരിക്കേണ്ട സമയമല്ല ഇത്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ തുടങ്ങുന്നത് ഇപ്പം തുടങ്ങിയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ആർക്ക് വഴി ഏത് സമയത്ത് ഒരു കേസ് വരാം. ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞെന്നുള്ള പേരിലാണ് ക്രൈം നന്ദകുമാർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ആളാണ് അദ്ദേഹം. കാരണം അദ്ദേഹം എന്ന് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് 20 വർഷം, അതായത് എൻ്റെ നല്ല ജീവിതമാണ് ആ സമയത്ത് പോയത്. അത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച വിധിയല്ല, ഫൈറ്റ് ഉണ്ടാക്കിയ വിധി തന്നെയാണ്. അത് ആരും ഇപ്പോഴും അത് പലരും പറയാറുണ്ട് അതങ്ങനെയാണ്. ഇതൊന്നുമല്ല. ആ സമയത്ത് ആരുണ്ടായിരുന്നു സ്ത്രീകൾ? ആര് സപ്പോർട്ട് ചെയ്തു? ഒരാൾ വിളിച്ചെന്നെ ആശ്വസിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമല്ല അവിടെ പ്രശ്നം. നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ ഞാൻ നോക്കും. എൻ്റെ കാഴ്ചപ്പാടിൽ, എനിക്ക് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടൊന്നും അറിയണ്ട. എൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കാണുന്നുണ്ട്. ഞാനും പറഞ്ഞില്ലേ, ഭാര്യയാണ്, അമ്മയാണ്, എല്ലാമാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ കൂടെയും ഞാൻ ശക്തമായിട്ട് നിൽക്കും. ഞാൻ അതിന് എന്ത് വിരോധമല്ല, റോഡ് തന്നെ തല്ലിയാണ് ഞാൻ നിൽക്കും. കൂടെ വർക്ക് ചെയ്യുന്നവരെ ഇതിലോട്ട് ചേച്ചി ഇറങ്ങിയ സമയത്ത് ചേച്ചീനെ എന്തെങ്കിലും പറഞ്ഞോ? ഇതിൽ ഇറങ്ങരുത് അങ്ങനെ എന്തെങ്കിലും? ആര് പറഞ്ഞാലും എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുമായിരിക്കും. എൻ്റെ വീട്ടുകാർ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അനുസരിക്കും. പക്ഷെ മറ്റുള്ളവർ പറഞ്ഞാൽ കേട്ട് ജീവിക്കുന്ന ആളല്ല ഞാൻ. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് ഞാൻ. ആരെങ്കിലും പറഞ്ഞിട്ട് അത് തെറ്റായ കാര്യം ഞാൻ നിൽക്കാറില്ല. ഇത് ശരിയായ ഒരു കാര്യമാണ്. കാരണം പുരുഷന്മാർക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ട് എത്ര നിങ്ങൾ തന്നെ മാധ്യമങ്ങളിലങ്ങ് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ എന്തുമാത്രം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്നിട്ട് അവരെ അങ്ങ് മാറ്റി നിർത്തല്ലേ 6 മാസത്തോളം 3 മാസത്തോളം. അവരെക്കുറിച്ച് ആരെയും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. അന്ന് വെച്ച് ഞാൻ സ്ത്രീ വിരോധിയൊന്നുമല്ല. ഞാനും ഒരു സ്ത്രീയല്ലേ. എൻ്റെ വളർന്നു വരുന്ന മോനൊരു പുരുഷനാവും. അന്ന് ഇതൊക്കെ ഉപകാരം ചെയ്യും. അതിനു വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്.